ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം റിലീസ് ചിത്രങ്ങളായി പുതിയ 4 മലയാള സിനിമകൾ തിയേറ്ററിലെത്തും എന്നായിരുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് സെപ്റ്റംബർ 13-ന് 4 മലയാള സിനിമകൾ തിയേറ്ററിലെത്തുകയാണ്. ARM കിഷ്കിന്ധകാണ്ഡം എന്നീ 2 സിനിമകൾ ഇന്നലെ സെപ്റ്റംബർ 12-ന് തിയേറ്ററിലെത്തിയിരുന്നു. ഈ 2 സിനിമകളും ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഓണം റിലീസായി ഇന്ന് തിയേറ്ററിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട മലയാള സിനിമ ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്യുന്ന കൊണ്ടൽ ആണ്. കടലിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ ആക്ഷൻ ത്രില്ലർ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സോഫിയ പോളാണ്. കഴിഞ്ഞ ഓണത്തിന് തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത RDX എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് സോഫിയ പോൾ. ഓണം റിലീസായി ഇന്ന് സെപ്റ്റംബർ 13-ന് തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ആണ്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, ബാല, അജു വർഗീസ്, ടിനി ടോം, ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി, സൈജു കുറുപ്പ്, മല്ലിക സുകുമാരൻ, ആൻസൺ പോൾ, സെന്തിൽ കൃഷ്ണ എന്നിങ്ങനെ വലിയ ഒരു താരനിര ഈ സിനിമയിൽ ഉണ്ട്. മികച്ച ഒരു കോമഡി എന്റർടൈനർ സിനിമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാഡ് ബോയ്സിന് അത്യാവശ്യം മികച്ച സ്ക്രീൻ കൗണ്ടും ലഭ്യമായിട്ടുണ്ട്. ഇന്ന് തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ മലയാള സിനിമ ഷെബി ചൌഘട്ട് സംവിധാനം ചെയ്ത ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പാണ്. റുഷിൻ എസ് കൈലാസ്, അബു സലീം, സിനോജ് വർഗീസ് എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. VR ബാലഗോപാലൻ തിരക്കഥെഴുതിയ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രജീവ മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യവർദ്ധനാണ്. ഈ മലയാളം ത്രില്ലർ സിനിമയുടെ റിലീസിംഗ് കഴിഞ്ഞ ദിവസം മാത്രമാണ് പ്രഖ്യാപിച്ചത്. ഇന്ന് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച ഓണം റിലീസായി തിയേറ്ററിലെത്തുന്ന നാലാമത്തെ മലയാള സിനിമ അഭിലാഷ് രാഘവൻ സംവിധാനം ചെയ്ത പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ്. ജോയി അനാമികയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. സുധീഷ്, ഹരീഷ് പെരുമണ്ണ, ജാഫർ ഇടുക്കി, നിർമ്മൽ പാലാഴി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. അനാമിക മൂവീസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ലിമിറ്റഡ് സ്ക്രീൻ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഓണം പ്രമാണിച്ച് 4 മലയാള സിനിമകൾ ഇന്ന് തിയേറ്ററിലെത്തുമ്പോൾ ഓണം റിലീസായി ഇന്നലെ തിയേറ്ററിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ഗംഭീര ബുക്കിംഗും കളക്ഷനുമായി രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം കേരളത്തിൽ നിന്ന് 2,90,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ വളരെ മികച്ച തുടക്കം നേടിയെടുത്ത ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 3,25,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 5 കോടിക്ക് മുകളിലുമാണ്. 30 കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ 3D സിനിമ വളരെ മികച്ച തുടക്കമാണ് നേടിയെടുത്തിരിക്കുന്നത്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർ പ്രധാന താരങ്ങളായി ദിഞ്ജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററിലെത്തിയ കിഷ്കിന്ധ പുരാണവും ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. മികച്ച കഥ, തിരക്കഥ, ഛായാഗ്രഹണം എന്നിവ ചിത്രത്തിന്റെ പോസിറ്റീവ് ഘടകം തന്നെയാണ്. ആദ്യം മുതൽ അവസാനം വരെയും ഉദ്യോഗവും ഉത്കണ്ഠയും ജനിപ്പിക്കുന്ന ഈ ത്രില്ലർ സിനിമയുടെ മേക്കിംഗ് വളരെ മികച്ചത് തന്നെയാണ്. ആദ്യ ദിവസം ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 45 ലക്ഷം രൂപയാണ്. നിലവിൽ നല്ല രീതിയിൽ ബുക്കിംഗ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചിത്രത്തിന്റെ കളക്ഷൻ കൂടാനാണ് സാധ്യത. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. തളപതി വിജയ് നായകനായി വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5-ന് തിയേറ്ററിലെത്തി മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അഥവാ ഗോട്ട്. കേരളത്തിൽ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ 8-ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് 18 ലക്ഷം രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 12,25,00,000 രൂപയാണ്. 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് 6,25,00,000 രൂപയാണ്. ഇതോടെ ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ ഏകദേശം 145 കോടിയിലാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ ചിത്രത്തിന്റെ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 7 ദിവസം കൊണ്ട് 139 കോടി കളക്ട് ചെയ്ത സിനിമ കർണാടക കളക്ഷനായി 23,25,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 7 ദിവസം കൊണ്ട് 12 കോടി രൂപയും കേരള കളക്ഷനായി 7 ദിവസം കൊണ്ട് 12,05,00,000 രൂപയും സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 17,75,00,000 രൂപയാണ്. അങ്ങനെ ആദ്യ 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 204 കോടി രൂപയാണ്. 7 ദിവസത്തെ ചിത്രത്തിന്റെ GCC ഓവർസീസ് കളക്ഷൻ 130 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 334 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 345 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.